ഈ ഹജ്ജിനും ഉംറക്കും എല്ലാം പോകുന്ന ചില സ്ത്രീകളിൽ ആ ഒരു മെൻസസിൻ്റെ സമയം അതിൻ്റെ ഈ ഹജ്ജിൻ്റെ ഉംറയുടെ സമയത്താണ് എങ്കിൽ അത് അല്പം നീട്ടാൻ വേണ്ടി ചില ടാബ്ലറ്റ്സുകളും മറ്റും ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹജ്ജിൻ്റെയും ഉംറയുടെയും സമയത്ത് സഹോദരിമാർക്കുണ്ടാകുന്ന വലിയൊരു വിഷമവും ധാരാളമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്, അപ്പോൾ അവരെന്ത് ചെയ്യണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ യാത്രയിൽ, ഹജ്ജിൻ്റെ യാത്രയിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ടാവുകയും അവർക്ക് ആർത്തവ സമയമായി അവർ വല്ലാതെ വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ചപ്പോൾ കാര്യം ഇതാണ്. അവരോട് പറഞ്ഞത്, പാഡ് അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ രീതിയിൽ ഉപയോഗിക്കുന്ന ബ്ലഡ് മറ്റുള്ള ഭാഗങ്ങളിലേക്ക് പകരാതെ ഭദ്രമായി അത് കെട്ടി ആക്കി വെച്ചതിന് ശേഷം ഇഹ്റാമിലേക്ക് അവർ പ്രവേശിക്കുക. ഹജ്ജിൻ്റെയും ഉംറയുടെയും ബാക്കി എല്ലാ കർമ്മങ്ങളും അവർ ചെയ്യുക. അപ്പോൾ ഹജ്ജ് പൂർത്തിയായി അല്ലെങ്കിൽ അവർക്ക് നിർവഹിക്കേണ്ട ആ തവാഫിൻ്റെ സന്ദർഭത്തിൽ അത് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ അത് പിന്നീട് എന്ത് ചെയ്താൽ മതി? ശുദ്ധിയായതിനു ശേഷം നിർവഹിച്ച് വീട്ടിയാൽ മതി. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അതുകൊണ്ട് മുടങ്ങുന്നില്ല എന്നർത്ഥം. സ്വാഭാവികമായും ഇന്ന് നമുക്ക് പല സൗകര്യങ്ങളും മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നുവെന്നാണ്. പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മാസമുറയെ ഒന്ന് പിന്തിപ്പിക്കാൻ, നമ്മുടെ വരുതിയിലേക്ക് ആ ഡേറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതി. അപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെയൊക്കെ ഫത്വയിൽ കാണാം, അങ്ങനത്തെ മരുന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ചികിത്സിക്കുന്ന, നമ്മളെ അറിയുന്ന ഡോക്ടറെ, ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അടുക്കൽ ചെന്ന് വിവരങ്ങൾ പറഞ്ഞ് നമ്മുടെ ശാരീരികമായ അവസ്ഥയെക്കുറിച്ച് അവർക്ക് അറിയാമായിരിക്കുമല്ലോ, അവരുടെ ഒരു കൺസേൺ കൂടി എടുത്തിട്ട് നമ്മൾ ആ മരുന്ന് ഉപയോഗിക്കലായിരിക്കും നല്ലത്. കാരണം ആ മരുന്ന് ഉപയോഗിച്ചാൽ അവർക്ക് വേറെ എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമോ എന്നതുകൂടി പരിഗണിച്ചിട്ട് വേണം ആ മരുന്ന് നമ്മൾ ഉപയോഗിക്കാൻ. ഇല്ലെങ്കിൽ ഒരു തടസ്സത്തെ നമ്മൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും, പക്ഷെ അതിനേക്കാൾ വലിയൊരു ദുരന്തം വരുന്ന അവസ്ഥ, പ്രയാസമില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ചുരുക്കത്തിൽ അങ്ങനെ നമ്മൾ ആ മാസമുറയെ ഒന്ന് ക്രമീകരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ടാബ്ലറ്റ്സോ മരുന്നുകളോ ഉണ്ടെങ്കിൽ, ശാരീരിക പ്രയാസങ്ങളില്ലാത്ത തരത്തിലാണെങ്കിൽ ആ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ട് മതപരമായി കുഴപ്പമില്ല എന്നർത്ഥം.